ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ജീനിയസ് ആക്ടിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയോ എന്താണ് ജീനിയസ് ആക്ട് എന്ന്? ജീനിയസ് ആക്ട് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. മീൻസ് അതിൻ്റെ ഫുൾ ഫോം ഇതാണ്: ഗൈഡിങ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്നോവേഷൻ ഫോർ യുഎസ് സ്റ്റേബിൾ കോയിൻ ആക്ട് എന്നാണ് അതിൻ്റെ ഡെഫിനേഷൻ. ഈ ആക്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫെഡറൽ ഫ്രെയിം വർക്ക്, ഒരു കോംപ്രിഹെൻസീവ് ഫ്രെയിം വർക്ക് കൊണ്ടുവരികയാണ് സ്റ്റേബിൾ കോയിൻസിന്. മീൻസ് സ്റ്റേബിൾ കോയിൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്യൂവൻസിന്, ട്രാൻസ്പാരൻസിക്ക്, പിന്നെ റിസർവ് റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രെയിം വർക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? ഈ ബില്ല്, ജീനിയസ് ആക്ട് ബില്ല് ലോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പ്രൊവിഷൻസ് കൊണ്ടുവരും. മനസ്സിലായോ? 4 കാര്യങ്ങളാണ് അവർ കൊണ്ടുവരാൻ പോണത്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റേബിൾ കോയിൻസിന്റെ പെക്കിന് ഒരു റിക്വയർമെന്റ് നിശ്ചയിക്കുന്നു. എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ലിക്വിഡ് ആസറ്റ്സ് ആയിട്ട് പെഗ് ചെയ്യുന്നുണ്ട്, ലൈക്ക് US ട്രഷറീസ്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി മണി ലോണ്ടറിങ് കംപ്ലയൻസും കൺസ്യൂമർ പ്രൊട്ടക്ഷനും കൊണ്ടുവരും. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ടെക്കിന് സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യാൻ റെഗുലേറ്ററി അപ്രൂവൽ വേണം. ആരുടെ അടുത്തുനിന്ന്? ഒരു പുതിയ കമ്മിറ്റിയുടെ അടുത്തുനിന്ന്. ആ കമ്മിറ്റിയുടെ പേരാണ് സ്റ്റേബിൾ കോയിൻ സർട്ടിഫിക്കേഷൻ റിവ്യൂ കമ്മിറ്റി. ഇത് കംപ്രൈസ് ചെയ്യപ്പെടുന്നത് US ട്രഷറീസ്, ഫെഡറൽ റിസർവ്, പിന്നെ ഫെഡറൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഇവർ 3 പേരും കൂടിയിട്ടാണ് ഇത് കംപ്രൈസ് ചെയ്യുന്നത്. ഇവരെ അപ്രൂവൽ വേണം ബിഗ് ടെക്കിന് ഇഷ്യൂ ചെയ്യാൻ സ്റ്റേബിൾ കോയിൻസ്. പിന്നെ ഫോറിൻ ഇഷ്യൂവേഴ്സിന് അപ്രൂവൽ വേണം ഇവരുടെ അടുത്ത് നിന്ന്. എന്നാൽ മാത്രമേ അവർക്ക് സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ US സാങ്ഷൻസ് ഉള്ള സ്ഥലത്ത് അപ്രൂവൽ കൊടുക്കുന്നതല്ല. പിന്നെ മണി ലോണ്ടറിങ് ആയിട്ട് വല്ല ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അപ്രൂവൽ കൊടുക്കുന്നതല്ല. മീൻസ് അവർ അപ്രൂവ് ചെയ്യില്ല. മനസ്സിലായി? അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേം, ക്രിപ്റ്റോ ഫേം മണി ലോണ്ടറിങ് ആക്ടിവിറ്റിയിൽ ബന്ധപ്പെടുന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലായ? ഈ 4 കാര്യങ്ങളാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്. മനസ്സിലായ? ബേസിക്കലി ക്രിപ്റ്റോ ഫേംസിനെ അക്കൗണ്ടബിൾ ആക്കാനും നോക്കണം, അല്ലെങ്കിൽ ക്രിപ്റ്റോ ഇഷ്യൂ ചെയ്യുന്ന ഫേംസിന്, ലൈക്ക് സ്റ്റേബിൾ കോയിൻ ഇഷ്യൂസ്, അതും ക്രിപ്റ്റോയുടെ ഭാഗമാണ്. അപ്പോൾ ഇവരൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായ? ഈ കാര്യങ്ങളാണ് മെയിൻ പോയിന്റ്സ് ഈ ഫ്രെയിം വർക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായ? പിന്നെ ഈ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഈ ബില്ല്, ഈ ജീനിയസ് ആക്ട് മുമ്പ് സെനറ്റിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിന് ഡിബേറ്റ് ആയിരുന്നു ഇതിനെക്കുറിച്ച്. മീൻസ് ഡെമോക്രാറ്റിന് വലിയ താല്പര്യം ഉണ്ടായില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനില്ല ഈ ബില്ല്. മുമ്പ് അങ്ങനത്തെ ന്യൂവാൻസുകളൊന്നും ഉണ്ടായില്ല ബില്ല്, മീൻസ് കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. പിന്നെ ട്രംപിന്റെ ഫാമിലിനെ എൻട്രിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബില്ല് പാസ്സാക്കാൻ നോക്കണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കാരണം കൊണ്ട് ഇത് സെനറ്റർ വാരനൊക്കെയാണ് പറയുന്നത്, ഡെമോക്രാറ്റിലത്തെ മറ്റേ സോഷ്യലിസ്റ്റ് പെണ്ണ്. ചില ഡെമോക്രാറ്റ്സ് പറയുന്നത് ഇത് ഭയങ്കര മോശമാണ് ഈ ബില്ല് എന്ന് വെച്ചാൽ ബാഡ് ആക്ടേഴ്സിന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നു റെഗുലേറ്ററി ഗ്യാപ്സുകൾ. മനസ്സിലായി? പിന്നെ റിപ്പബ്ലിക്കൻ സൈഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ റെഗുലേഷൻ ആണ്, ഇതിനെക്കാട്ടും കൂടുതൽ റിലാക്സേഷൻ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എവിടെയാണെന്ന് അറിയോ? ഇന്നോവേഷന്റെ കാര്യത്തിൽ. മനസ്സിലായ? ഇന്നോവേഷന്റെ കാര്യത്തിൽ. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ചു. പിന്നെ പ്രൊസീജിയറൽ വോട്ട് ഇട്ടു. പ്രൊസീജിയറൽ വോട്ട് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിബേറ്റ് അനിശ്ചിതകാലമാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗവും സമ്മതിച്ചു കൊടുക്കില്ല. അപ്പോൾ ഈ ബില്ലിനെ ഡിലേ ചെയ്ത് പോകും. പ്രൊസീജിയറൽ വോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിലേ നിർത്താൻ വേണ്ടിയിട്ട്, മനസ്സിലായ? എന്നിട്ട് മുന്നോട്ട് നീങ്ങാൻ, അതിന് ക്ലോച്ചർ എന്ന് പറയും. അപ്പോൾ ഒരു വോട്ടിനിട്ടു, അവർക്ക് 3/4 മെജോറിറ്റി കിട്ടി. ഇപ്പോൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞപ്പോൾ 2 കൂട്ടരും ഒരു സൈഡിലേക്ക് പോയി, ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻ്റെ സൈഡിൽ പോയി. മനസ്സിലായ? അപ്പോൾ ഫസ്റ്റത്തെ പ്രശ്നം സോൾവ് ചെയ്തു അവര് ബേസിക്കലി. മനസ്സിലായ? ഇനി ഫൈനൽ ബില്ലിലേക്ക് ഉള്ള വോട്ടുണ്ട്. മനസ്സിലായ? അപ്പോൾ ഈ വോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ 60 വേണ്ട. അപ്പോൾ അവർക്ക് 60 കിട്ടിയിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ സൈഡ്, റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റും കൂടി 60 കിട്ടിയിട്ടുണ്ട് ഈ ബില്ലിന് വേണ്ടിയിട്ട്, ഈ ബില്ല് ലോ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊസീജിയർ കഴിഞ്ഞു, പ്രൊസീജിയർ വോട്ട് കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊസീജിയർ വോട്ടല്ല, ഇപ്പോൾ ഫൈനൽ ബില്ലിന് വേണ്ടിയുള്ള വോട്ട്. അവിടെ പറഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റി മതി, 50 വോട്ട് മതി, എളുപ്പത്തിൽ കിട്ടാം. മനസ്സിലായേ? സെനറ്റിൽ അപ്പോൾ എന്തായാലും ഇത് പാസ്സാവും ഈ ജീനിയസ് ആക്ട്. പിന്നെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നത്തെ ഹേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൗസിലേക്ക് പോകണം. ഹൗസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വോട്ടെടുപ്പുണ്ട്. അവിടെയും വേണം ഒരു സിമ്പിൾ മെജോറിറ്റി. ഹൗസിൽ അവരുടെ സ്വന്തം ബില്ലുണ്ട്, സ്റ്റേബിൾ കോയിൻ ആക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ ഡിഫറൻസസ് ഉണ്ടാവും ഈ ജീനിയസ് ആക്ടും സ്റ്റേബിൾ കോയിനും. അത് അവർ റീകോൺസൈൽ ചെയ്യണം, എന്നിട്ട് വീണ്ടും വോട്ട് ഇടണം. മനസ്സിലായി? ഇപ്പൊ അല്ലെങ്കിൽ ജീനിയസ് ആക്ട് മാത്രം മതി എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയിക്കോളും, പാസ്സായി പോയിക്കോളും. പിന്നെ പ്രസിഡന്റ് സൈൻ ചെയ്ത ലോ ആയി. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. മനസ്സിലായി? ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് കൂടിയതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ നാഷണൽ ഇൻട്രസ്റ്റ്, മീൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടൊക്കെയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പിന്നോട്ട് പോകുന്നുള്ള ഒരു പേടി. അവർ നേരത്തെ തന്നെ ചെയ്താൽ മാത്രം അവർക്കൊരു
പവർ കിട്ടുള്ളൂ, ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് ഡിജിറ്റൽ ലോകത്തില്ലേ, ഈ ഡിജിറ്റൽ ലോകത്ത് ഒരു പവർ, ഡിജിറ്റൽ സ്റ്റാൻഡേർഡ്സ് മേക്ക് ചെയ്യാൻ പറ്റുള്ളവർക്ക് ലോകത്ത്, മനസ്സിലായത്. അല്ലെങ്കിൽ ബാക്കി രാഷ്ട്രങ്ങൾ, ചൈന അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ അത് ചെയ്യും. മീൻസ് അവരെ സ്വന്തം സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരും, മനസ്സിലായത്. അതൊക്കെ കാരണം കൊണ്ടാണ് ഇവർ ചെയ്യണത്, മനസ്സിലായത്. എന്നാലും ഡെമോക്രാറ്റ്സിന് ഇപ്പോഴും സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പെർഫെക്റ്റ് അല്ലെങ്കിലും എന്തേലും ആവട്ടെ എന്നില്ല, നമുക്ക് ഇന്നോവേഷനാണ് മുഖ്യം എന്നുള്ള രീതിയിലാണ്. പിന്നെ അത്യാവശ്യം രീതിയിൽ കൺസ്യൂമർ പ്രൊട്ടക്റ്റും ചെയ്യണം, കൺസ്യൂമർ ഇൻട്രസ്റ്റിനെ, മനസ്സിലായി. അല്ലെങ്കിൽ ട്രംപിന്റെ ഫാമിലിയൊക്കെ മിസ്ലീഡ് ചെയ്യും ഈ കൺസ്യൂമേഴ്സിന്, എന്നിട്ട് അവർ കാശുണ്ടാക്കും എന്നാണ് പറയുന്നത് പല ഡെമോക്രാറ്റ്സും. നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. മീൻസ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളില്ലേ, മീൻസ് ട്രംപിന്റെ ഫാമിലി കാശ് ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അവർ ഉണ്ടാക്കണ്ടോ, മീം കോയിനൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്, സ്റ്റേബിൾ കോയിൻസ് വെച്ചിട്ടും അവർ ചെയ്യണ്ടോ, USD1 ഒക്കെ ഉപയോഗിച്ചിട്ടില്ലേ, അത് ചെയ്യണ്ടല്ലോ. അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അബുദാബിയിലെ ഏതൊരു എലീറ്റില്, അബുദാബിയിലെ ഒരു പാർട്ടീനെ കൊണ്ട് എത്ര $1.2 ബില്യൺ കൂടല്ലേ അവര് വാങ്ങിപ്പിച്ചേ, അവരുടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫണ്ടായിട്ട് ബേസിക്കലി. അപ്പൊ അവരുടെ സ്വന്തം സ്റ്റേബിൾ കോയിൻ ഉണ്ട് USD1 ഉപയോഗിച്ചിട്ട് അവർക്ക് എടുത്തു വെക്കാലോ, കാശ് മാനേജ് ചെയ്യാം ബേസിക്കലി. കാരണം സ്റ്റേബിൾ കോയിൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫ്ലക്ച്വേഷൻസ് കുറവായിരിക്കും. US$ ആയിട്ടുള്ള ബാക്കിംഗ് അല്ല, അത് കുറച്ചും കൂടി സേഫ് ആയിരിക്കും ആൾക്കാർക്ക് എടുത്തു വെക്കാൻ. സ്റ്റോർ ഓഫ് വാല്യൂ ഉണ്ട്. സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ വലിയ മീൻസ് ആൾക്കാർക്ക് സാലറി ഒക്കെ എടുത്തു വെക്കാം. സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, അതിന് സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവ US സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേബിൾ കോയിൻസ്, മനസ്സിലായ. അവ US സ്റ്റെബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ പറ്റിക്കാണ്ടിരിക്കുക ഈ സ്റ്റേബിൾ കോയിൻ ഉപയോഗിച്ചിട്ടില്ല. ഈ കുറച്ച് വലിയ കമ്പനികളും വീണ്ടും മീൻസ് ട്രംപിന്റെ കമ്പനിയൊക്കെ കൂടിയിട്ട് ഇത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് അവരെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സിസ്റ്റത്തിലുള്ള ഫ്ലോസുകളില്ലേ, ബേസിക്കലി ബില്ലിലുള്ള ഫ്ലോസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവർ കാശാക്കും, എന്നിട്ട് കൺസ്യൂമറിനെ പറ്റിക്കും. അതൊക്കെ കാരണം കൊണ്ടാണ് അവർ ഇപ്പം പേടിച്ചിരിക്കുന്നത്, മനസ്സിലായ. പക്ഷേ ഇത് കുഴപ്പമില്ല എന്നാ പറയുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, ഇവർ രണ്ടുപേരും റീകോൺസിൽ ചെയ്തിട്ടില്ല, ഈ സെനറ്റും മീൻസ് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസ് റീകോൺസിൽ ചെയ്തിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബേസിക്കലി കുറച്ച് ആൾക്കാർ കാശുണ്ടാക്കുന്നതാണ് പറയുന്നത്, നമുക്കറിയില്ല എത്ര കണ്ട് സത്യം. കുറച്ച് ചെറിയ ആൾക്കാരും കാശുണ്ടാക്കും, വേറെ കാര്യം. അതിനാണ് ഈ സ്റ്റേബിൾ കോയിൻ റിവ്യൂ കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കുന്നത്, മനസ്സിലായ. ബിഗ് ടെക്കിനെ എൻ്റെ ഉള്ളിൽ കയറ്റാണ്ടിരിക്കാൻ, മനസ്സിലായ. ഇപ്പോൾ രണ്ടുപേരെ കൂടിയിട്ട് ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റിലാക്കിയിട്ടുണ്ട്. പക്ഷെ മറ്റേ പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. മറ്റേ വേറെ പറയണ പോയില്ലേ, മറ്റേ പെണ്ണില്ലേ, സോഷ്യലിസ്റ്റ് പെണ്ണ്, അത് പറ്റിയിട്ടില്ല. മീൻസ് US സ്റ്റേബിലിറ്റിയും കൺസ്യൂമർ ഇൻട്രസ്റ്റ് ആണ് നമ്മളുടെ ഏറ്റവും വലിയ മുഖ്യം. ട്രംപിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ബിസിനസ്സിന് വേണ്ടിയിട്ടും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യും, മീൻസ് ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ മതി, അങ്ങനത്തെ കുറേ കണ്ടീഷനില്ല, നമുക്കറിയില്ല. പക്ഷെ എന്നാലും ആൾക്കാർ പരമാവധി റീകോൺസലേഷൻ നടത്തിയിട്ടാണ് ബില്ല് പാസ്സാവുള്ളൂ. ഇപ്പോഴൊന്നും പാസ്സാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് പാസ്സാവും, പക്ഷെ കുറെ മാറ്റങ്ങൾ വരികയും ചെയ്യും. അതിന് വലിയ സീൻ ഉണ്ടാവില്ല, മനസ്സിലായ. അമെൻമെന്റ്സ് വരും. അപ്പൊ ഇതാണ് ജീനിയസ് ആക്ട്. പിന്നെ നമുക്ക് ഈ സ്റ്റേബിൾ കോയിൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഈ ലോകത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്യൂ ഉണ്ട് സ്റ്റേബിൾ കോയിൻസ്. കുറച്ചും കൂടി വിശ്വാസമില്ല, മീൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഏത് ഫേമാണ്, മീൻസ് ഇഷ്യൂ ചെയ്യണ ഫേം, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത്ര തന്നെ. ടെതറാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ, ബാക്കിയുള്ളവർ ഇപ്പോൾ കൊണ്ടുവരും കുറേ എണ്ണം. പക്ഷെ എന്നാലും ടെതറിനെ പൊട്ടിക്കാൻ ഇപ്പോൾ പറ്റുമെന്ന് എനിക്കറിയില്ല. $150 ബില്യൺ ആണ് ഒരു കൊല്ലം സ്റ്റേബിൾ കോയിൻസിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കണം. ബേസിക്കലി അത്രയധികം സ്റ്റേബിൾ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. $150 ബില്യൺ. അത് കൂടാനേ പോകുന്നുള്ളൂ. $1 ട്രില്യൺ കൂടെ എത്തുമെന്ന് പറയുന്നുണ്ട് 5 വർഷം. നമുക്കറിയില്ല, പ്രൊജക്ഷൻ 2021 എക്സ്പോണൻഷ്യലായിട്ട് കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് യൂസ് കേസ് കാരണം $1 ട്രില്യൺ എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. എന്തായാലും ശരി, അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാം, കമന്റ് അടിക്കാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.